إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 69ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വമയ്യുതിഇല്ലാഹ വറസൂൽ, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, മഅല്ലദീന ഒരു കൂട്ടരുടെ കൂടെയാണ്, അൻഅമല്ലാഹു അലൈഹിം അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിച്ച ഒരു കൂട്ടരുടെ കൂടെയായിരിക്കും അവർ. മിനൻ നബിയ്യീന, നബിമാരിൽ നിന്നും, അംബിയാക്കളിൽ നിന്നും, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങളിൽ നിന്നും, വശുഹദാഇ, ശുഹദാക്കളിൽ നിന്നും, വസ്സാലിഹീന, സ്വാലിഹീങ്ങൾ. നോക്കൂ നിങ്ങൾ, 4 വിഭാഗം ആൾക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പേരെടുത്തു പറഞ്ഞത്. വിജയം പ്രാപിച്ച വിജയികളായ അത്യുന്നതമായ ആ പദവിയിൽ വിരാജിക്കുന്ന 4 പേരുടെ, 4 ആൾക്കാരുടെ പേരാണ് അല്ലാഹു പറഞ്ഞത്. ആരാണ്? മിനൻ നബിയ്യീന, അവർ അമ്പിയാക്കളാണ്. ഒന്നാമത്തെ പദവിയിൽ നിൽക്കുന്നത് അമ്പിയാക്കളാണ്. അവർ അമ്പിയാക്കളുടെ കൂടെയായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശേഷം അല്ലാഹു പറയുകയാണ് സുദ്ദീഖീന, സുദ്ദീഖീങ്ങൾ ആരാണ്? നോക്കൂ, അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിച്ച് അതിൽ കഠിനമായ ആ വിശ്വാസം രേഖപ്പെടുത്തുന്നവരാണ് സിദ്ദീഖീങ്ങൾ. ഏത് പ്രതിസന്ധികൾ അവരെ നേരിടുകയാണെങ്കിലും അതിലൊന്നും പതറാതെ സത്യദീനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സിദ്ദീഖീങ്ങൾ. വശുഹദായി, നോക്കൂ നിങ്ങൾ, ആരാണ് ശുഹദാക്കൾ? ആ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി സ്വദേഹം തന്നെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി രക്തം ചിന്തിയവരാണ് ശുഹദാക്കൾ. അവരാണ് നോക്കു വലിയ പദവികൾ ഉള്ളവർ. അത് കഴിഞ്ഞുള്ള പറയുകയാണ് വസ്സാലിഹീൻ, സജ്ജനങ്ങളാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അതേപടി എടുക്കുകയും അല്ലാഹു വിരോധിച്ച കാര്യത്തെ വെടിയുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങൾ. ഈ 4 വിഭാഗങ്ങൾ അല്ലാഹു അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഈ 4 ആൾക്കാരുടെ കൂടെയായിരിക്കും അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണെന്നാണ് അല്ലാഹു പറയുന്നത്. ഈ രൂപത്തിലുള്ള കൂട്ട് നമുക്ക് ലഭിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.